ഹായ് ഫ്രണ്ട്സ്, മിഥിലാപുരിയിലെ മറ്റൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു നെയിം മീറ്റിംഗ് ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഫസ്റ്റ് ലോട്ട് എടുക്കാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾ എന്തിനാ ലോട്ട് എടുക്കുന്നത്? അതാണ് ടെസ്റ്റ്. ഇപ്പൊ നമ്മളെല്ലാരും പേര് ഇതില് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഓരോരുത്തർക്കും ഓരോരോ പേര് കിട്ടും. അപ്പൊ എന്റെ പേര് ആർക്കാണോ കിട്ടുന്നത് അവര് എനിക്ക് തിന്നാനുള്ള സാധനങ്ങൾ, എന്റെ പേരിന്റെ അക്ഷരം വെച്ചിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരിക, ഞാൻ തിന്നാ. അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇവള് പേര് അമൃതയാണ്. അപ്പൊ AMRUTH. അതൊക്കെ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ A വരുന്ന ഒരു ഐറ്റം, M വരുന്ന ഒരു ഐറ്റം, R വരുന്ന ഒരു ഐറ്റം. ഇപ്പൊ A ഫോർ ആപ്പിൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാം. വേണേ അരിയും എടുക്കാം കേട്ടോ. മലയാളം ഇംഗ്ലീഷും പറ്റും അല്ലേ? മലയാളം ഇംഗ്ലീഷും മിക്സ്. അപ്പൊ എന്താണ് ഞാൻ കൊണ്ടുവരുന്നത്? അത് ഇവള് കഴിച്ചു. അപ്പൊ നമുക്ക് ലോട്ട് എടുക്കാം. കൃഷ്ണയൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഇടുകയാണേ. ഓക്കെ, നിലത്തിടട്ടെ. അവനവന്റെ കിട്ടിയാ മാറ്റിയത്. കൃഷ്ണേന്ദുവിന് നീ കൊടുക്കാം. ഇത് ഞാൻ ഓക്ക് കൊടുത്തേക്കാം. അല്ല, നീ തുറന്നു വയ്ക്കോ. എനിക്ക് തുറക്കാൻ തന്നെ ആളെ കിട്ടി. എഴുതിയല്ലേ? അല്ല, എഴുതിയ അക്ഷരം തുടക്കം കിട്ടിയ ഇതിപ്പം പറയോ അല്ല സർപ്രൈസ് ആണോ? അതെന്നപ്പോഴും സർപ്രൈസ്, അതായിരിക്കും രസം. അതെ. അപ്പൊ നമുക്ക് അപ്പൊ ഇതിലുള്ള ഈ പേരുള്ള ഓരോ ഐറ്റവും നമ്മൾ കണ്ടുപിടിച്ചിട്ട് ബാക്കി വീഡിയോ അടുത്ത ദിവസം എടുക്കേണ്ടി വരും അല്ലേ? അപ്പൊ ഞങ്ങൾ റെഡി ആയി വന്നിരിക്കുന്നത്. തിന്നാനാണില്ലേ? ഭഗവാനെ, നിനക്ക് വലിയ പേരോ 11 ലെറ്റേഴ്സ് പിന്നെ മറ്റേ മസാല കൂട്ടുമല്ലോ ഉണ്ടല്ലോ. പെട്ടുമോളെ. എനിക്ക് ആകെ 6 അങ്ങനെയുള്ളൂ. അച്ചാറോ? അച്ചാർ. അടുത്ത ആളും കൂടി വന്നിട്ടുണ്ടല്ലോ. ഹലുവയോ? ഹലുവയോ? നമ്മളെ നമ്പീഷൻസ് പണിയുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് കിട്ടിയിട്ടുള്ള പേര് ഞാൻ പറയാം. R റസ്ക്, I ഐസ്, L ലെമൺ, S സവാള, H ഹൽവ, A അച്ചാർ. അപ്പൊ ആളാരും മനസ്സിലായല്ലോ. നീ എടുത്ത് തിന്നോ. അത് വെള്ളത്തിന്റെ മതിയില്ല. 6 I തിന്നോ. കഴിക്കട്ടാ? ലെമൺ. ലെമൺ ഞാൻ നോക്കിയപ്പോ ആരായിട്ടില്ല. അപ്പൊ അപ്പുറത്തെ പറമ്പത്ത് നല്ല പഴുത്തൊരെണ്ണം. അതിന് എറിഞ്ഞപ്പോ കിട്ടിയത് പച്ചത്. പച്ചയുള്ളത് പച്ചേനെ എറിഞ്ഞത്. സ്വന്തം ഫ്രഷാ. കുറച്ച് മാറുന്ന ഞാൻ. ഇത് മതിയോ? സവാള. സവാള. റിൽഷ എസ് സവാള. പക്ഷെ എനിക്ക് പണ്ടായിരുന്നു ഇഷ്ടം. ഞാൻ കൊടുത്തോണ്ട് ഇഷ്ടമാണ്. ചിത്തിനോട്ട് കൊടുക്കുമ്പോൾ ഇഷ്ടമല്ല. മതി മതി. ഹൽവ. റിൽഷ ഹസച്ച് ഹൽവ. ഞാൻ സഹായിക്കാം. അതത്ര ക്യാമറമാനുള്ളതാ. അച്ചാറിന് പകരം അരി എടുക്കാൻ റിൽഷ എ അച്ചാർ. അച്ചാറിൽ വേണം എല്ലാവർക്കും കഴിയില്ല. ഗൈസ് ക്യാമറമാന്. അടിപൊളി അച്ചാർ. സൂപ്പർ. ഇത് കുറച്ച് തരണേ. പക്ഷെ ഗൈസ് എല്ലാവർക്കും തരാനില്ല. ഇത്തിരി അച്ചാർ സൂപ്പർ ആയിരുന്നു ഗൈസ്. ഇനി അടുത്ത ആരാണ്? അല്ല ഇതിനകത്തൊക്കെ പറ. അപ്പൊ എനിക്ക് കിട്ടിയ കൃഷ്ണേന്ദുവിനാണ്. അപ്പൊ ഓരോ സാധനം നമുക്ക് കൊടുക്കാം. അതിനെ കൊള്ളാത്തൻ കൊണ്ട് ഇത് ഞാൻ കൂടി പിടിച്ച സാഹചര്യം ഒരുപാട് അക്ഷരങ്ങളുള്ളതുകൊണ്ട് അടിപൊളി സാധനങ്ങളാണ് കൃഷ്ണേന്ദു. ഫസ്റ്റ് തന്നെ K കുരുമുളക്. നല്ലതിന് നമുക്ക് കൈയിടാടി. നല്ലതല്ലാത്തില്ല. കറുത്ത പന്നി, കറുത്ത മുത്ത്. കറുത്തൊന്നും വിളിക്കാറുണ്ട്. അപ്പൊ കറുത്ത മുത്തല്ല, മുത്തിന് കറുത്ത പാസ് ചെയ്തു. രണ്ടെണ്ണം കൂടെ കഴിക്കേ. അടുത്തത്
6 ലെറ്റർ. റൈസിൻസ്. എന്താ റൈസിൻസ്? റൈസിൻസ് ഉണക്കമുന്തിരി ഇല്ലേ ഇംഗ്ലീഷിൽ. അപ്പൊ കുരുമുളകിന്റെ തരുമോ? അത് വേണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് എടുത്ത് സഹായിച്ചു കൊടുക്കുന്നതാണ്. എടി ഇങ്ങോട്ട് നിട്ടടി. ഇങ്ങോട്ട് ഇവിടെ വെറുതെ നേരത്തെ കുരുമുളക് കൊടുത്താൽ ഭാരതത്തിലോട്ട് വാ. ആ ഐ ആണ്, ഐസ് ക്യൂബ് ആണ്. അതൊരു വെച്ചോ. ഇതെങ്ങനെയാ തിന്നണം? തിന്നോ? ഏറ്റവും ചെറുത് നോക്കിയിട്ട് കടിച്ചങ്ങനെ മുറിച്ചങ്ങട് തിന്ന്. അത് ഷെയർ ചെയ്യുന്നില്ലേ? നെക്സ്റ്റ് എസ് ആണ്, സാൾട്ട്. കൃഷ്ണേന്ദു ലസ് കല്ലുപ്പ് കല്ലുപ്പ്. കഴിച്ചേ. നല്ലോണം വാരിയും കിട്ടിട്ടുണ്ടല്ലോ. ഒന്നും കിട്ടാൻ പോരെ. അടുത്ത് അവളുടെ ഉപ്പിന്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിട്ട് എച്ചിന്റെ ഹോട്ട് വാട്ടർ കൊടുക്കാം കേട്ടോ. ആ ജലദോഷം അത് തന്നെ. തൊണ്ടവേദനയൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അതൊക്കെ ഇറങ്ങിപ്പോയി. അസുഖം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിട്ട് നാരങ്ങ കൊടുക്കാം. കുട്ടിക്ക് ആയുർവേദ മരുന്ന് ഷാപ്പിലാണോ പണി? ആർക്കാ? ആ. ഞാൻ എത്ര കഷ്ടപ്പെട്ടു. 11 ലെറ്റർ ഇട്ടു. കഴിഞ്ഞ ജന്മത്തില് വൈദ്യരായിരുന്നു തോന്നുന്നു. എടി ഓളെന്നോട് വിജയിക്കുന്നതാണോ ദശമൂല ഇഷ്ടമുണ്ടോ? ഞാൻ അതാ ചോദിച്ചത്. പക്ഷെ അവൾ എന്നോട് ഇവളോട് ചോദിച്ചിട്ട് കിട്ടുവരും ദശമൂലം ഇഷ്ടം. അതാകുമ്പോ പറഞ്ഞ കറക്റ്റ് പകരം അവള് കൊണ്ടുവന്നോട്ടെ. ആയില്ല, കഴിഞ്ഞില്ല. എത്ര കഴിഞ്ഞ്? ഇനി അടുത്ത ലെറ്റർ ഇ ആണ്. കൃഷ്ണേന്ദു. കൃഷ്ണേന്ദു. ആ ഇഞ്ചി കഴിച്ച കൃഷ്ണേന്ദു. ഇതല്ല. അത് ഫുള്ള് കഴിക്കണേ. പല്ല് വേദനയൊക്കെ മാറിക്കോളും. പക്ഷെ എല്ലാ പാത്രത്തിലും ഇങ്ങനെ കാണിക്കുമ്പോ പലതില്ലായ്മ ഇത് പറ്റുന്നില്ല. ഇത് ദഹനം, വയറുവേദന എന്നിവയ്ക്ക് ഇത്യാദി നല്ല ഒറ്റമൂലിയാണ്. ഒറ്റമൂലി. എല്ലാം കൂടി അരച്ച് കലക്കി കുടിച്ചാൽ. കൃഷ്ണ ഇതാണ് പറഞ്ഞത്. അച്ഛനും അമ്മയോടും പറയണേ ചെറിയ പേരിടണമെന്ന്. അടുത്ത ലെറ്റർ എൻ. നെല്ലിക്ക. കൃഷ്ണേന്ദുല എന്നിലെത്തിയിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് ഒരുപാട് പോവാൻ. 3 എണ്ണം കൂടി ഉണ്ട്. നെല്ലിക്ക. സൂപ്പർ അല്ലേ? അതൊരു എക്സ്ട്രാ ഒരു ലെറ്റർ ഉണ്ട്. ഇവിടെ DU അങ്ങനെ വന്നത്. പക്ഷെ നമ്മൾ എച്ച് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അപ്പം ഇതൊക്കെ പിടിച്ച ഇനി dates, D. കൃഷ്ണേന്ദുലെ D for dates. ക്യാമറാമാനും തരാട്ടോ. അപ്പം ഇനിയും അടിപൊളി സാധനമാണ്. ഹണിയാണ്. എച്ച് ഹണി. ഹണി. ഇപ്പൊ എല്ലാം കൂടി തിന്നിട്ടേ നല്ല സുഗന്ധം. ഇനി ലാസ്റ്റ് ഉലുവ. ഉലുവ. അകാല നര ജര 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 ഇതിനൊക്കെ നല്ല. കൃഷ്ണേന്ദു. എല്ലാവർക്കും എടുത്ത് കഴിക്കാവുന്നതാണ്. എന്തോ കുറച്ചേരം അടച്ചു ചടങ്ങിയിരുന്നു. കൃഷ്ണേന്ദു ഒരു റൗണ്ട് ഓടിയിട്ട് വാ. കഷായ ആയിട്ടുണ്ടാവും ഉള്ളിലിപ്പോ. ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ. മാറിക്കോ. നെക്സ്റ്റ് നെക്സ്റ്റ് ആരാ? കൃഷ്ണേന്ദു. ആരെ ക്ഷണിച്ചോ? എനിക്കട്ടെ ഉം. വി കൂട്ടത്തില് വി വി. വാളംപുളി. നേരത്തെ തൊപ്പിക്കുത്തി പരിപാടി. വാളംപുളി. അതൊന്നും പോരാ, അതൊന്നും പോരാ. നല്ലോണം കഴിക്കണം, നല്ലോണം കഴിക്കണം. എന്തെന്നാ ഇത്? വാരി വാരി തിന്നണ്ടല്ലോ. അടുത്തേ ഐ ഫോർ ഐസ്. വികിഷയിലെ വിശാല വി കഴിഞ്ഞു. ഐ എന്നിട്ട് അടുത്തത് തരാം. എനിക്ക് കടിച്ചു കുടിക്കാൻ പറ്റില്ലേ. ജി ഫോർ ജിഞ്ചർ. ജിഞ്ചർ. കോമൺ പറ്റൂല. എന്ത് ഒരു കുഞ്ഞു
എടോ വി ഗീ ഗാ ഗാന്ധാരി ആക്കിയാലും നമുക്ക് കാന്താരി. നന്നായി കടിച്ചോ, ഞാൻ നന്നായി കടിച്ചു. ഞാനത് അതിന്റെ മുളക് നമ്മള് മറ്റേതൊന്നും അധികം വെക്കാത്തോണ്ട് ഞാൻ പറയുന്നത്. അങ്ങനല്ലേ? ഓർമ്മയുണ്ട്. നല്ലതാ ദഹനത്തിന്. എടുത്താ പിന്നെ ഇഞ്ചമുടിയായി. ഇനി ഇങ്ങനെ കറി വെക്കാണ്ട് ഇങ്ങനെ എടുത്ത് തിന്നാ മതി. കുറച്ച് ഹണിയും എന്തൊക്കെ കൂടെ കഴിഞ്ഞു? VIG വിഗിഷയിലെ ഗീ എത്തി ഗാ എത്തി. യായ് ഇടിയപ്പം. ഓ 2 ആയിട്ട് മോൾക്ക് അറിയില്ലേ? തിന്നാൻ ചിലപ്പോൾ മറന്നു തിന്നു. ഇടിയപ്പം മതിയത്. വിഗി എസ് ഹണിയല്ല, എസ് സാമ്പാർ പൊടി. പാക്കറ്റോടെ എടുത്തിട്ടുണ്ട്. ശരിക്കും ആ പാക്കറ്റ് മുഴുവൻ തീറ്റിക്കണം. ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചെടുത്ത് ലേശം മുരിങ്ങാക്കോലും തക്കാളിയും കൂടി ഗായ്സ്. ഇടിയപ്പോ സാമ്പാർ പൊടിയും പുതിയൊരു കോമ്പിനേഷൻ മിഥിലാപുരിയുടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇടിയപ്പോ സാമ്പാർ പൊടി. ഇതാണ് മേടിച്ചു കാട്ടി കഴിക്കാൻ. അടുത്തേ നമ്മള് സാമ്പാർ പൊടി. ഇനി എച്ച് കുറച്ച് ഹണി കുടിച്ചു. അതുണ്ടടി. അത് അവസാനം നല്ല ഭദ്രമായി മൂടി പോറാട്ടപ്പൊടി. പറഞ്ഞതായത് എല്ലാം പൊടിക്കും നീയാണ്. കുഴപ്പമില്ല. ഈ സാമ്പാർ പൊടി കുക്ക് ചെയ്ത കുഴപ്പമില്ല, പക്ഷെ പച്ച കഴിക്കാൻ പറ്റില്ല.